ബിജെപിയിൽ നിന്നും അഡ്വക്കേറ്റ് ടി.എസ്. ഉല്ലാസ് ബാബു കൂടി ചേരുന്നു. ശ്രീ ടി.എസ്. ഉല്ലാസ് ബാബു, ഇതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനോട് ഇന്നലെ മാധ്യമങ്ങൾ ചില ചോദ്യങ്ങൾ ചോദിച്ചു. ലേക്കർ ഇന്ത്യ കോർപ്പ് എന്ന കമ്പനിയിലും വീണയ്ക്ക് പങ്കാളിത്തമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവിടെ ശ്രീ പിണറായി വിജയൻ പറഞ്ഞ മറുപടി, കമല ഇന്റർനാഷണൽ അതേപ്പറ്റി പറഞ്ഞിരുന്നല്ലോ, അതൊക്കെ നിങ്ങൾ വിട്ടോ എന്നുള്ള മറുചോദ്യമാണ് ചോദിച്ചത്. എന്നെ കൊടുക്കാൻ കുറേ നാളായി ശ്രമിക്കുന്നല്ലോ, ശ്രമം തുടരട്ടെ എന്നാണ് പറഞ്ഞത്. കൃത്യമായി ഇവിടെ ശശിധരൻ കർത്തയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇത് ആരാണ്, അല്ലെങ്കിൽ മകൾക്ക് കൊടുത്ത സഹായം എന്തിൻ്റെ പേരിലാണ് എന്ന് കൃത്യമായ മൊഴിയിലുണ്ട്. ഇത് വെറുതെ പടച്ചു വിടുന്നതല്ല. സ്വാഭാവികമായും ഇനിയും ഇ ഡിയുടെ അടുത്ത നീക്കം പിണറായി വിജയനെ ചോദ്യം ചെയ്യുന്ന അടക്കമുള്ള നീക്കങ്ങളിലേക്ക് കടക്കും എന്ന് അങ്ങ് കരുതുന്നുണ്ടോ അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു? അല്ല, ഇ ഡിയുടെ അന്വേഷണ ശൈലിയും അന്വേഷണത്തിൻ്റെ സ്റ്റെപ്സൊക്കെ എടുക്കേണ്ടത് ഇ ഡിയാണ്. പക്ഷേ ഒരു പൊളിറ്റിക്കലി നമ്മളതിൽ അഭിപ്രായം പറയുകയാണെങ്കിൽ രണ്ട് കാര്യങ്ങളുണ്ട്. പണ്ട് ബഹുമാനായിട്ടുള്ള ഡോക്ടർ ജി വി ഹരി, അദ്ദേഹത്തിന് ഓർമ്മയുണ്ടാവും, ഉമ്മൻചാണ്ടി കേരളം ഭരിക്കുന്ന കാലഘട്ടത്തിൽ, അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ, അന്ന് പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരുന്ന സമയത്ത് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഭരണകർത്താവ് എന്ന രീതിയിൽ അന്ന് ഒരു വിഷയവുമായി ബന്ധപ്പെട്ട്, സോളാർ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും ഇതൊക്കെ വന്നപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ആ ചോദ്യം ഇതായിരുന്നു: ലേശം ഉളുപ്പ് ഉണ്ടെങ്കിൽ മുഖ്യമന്ത്രിയിൽ നിന്ന് അങ്ങ് ഇറങ്ങിപ്പോകണം എന്നായിരുന്നു അന്നത്തെ CPM-ൻ്റെ നേതാവായിട്ടുള്ള പിണറായി വിജയൻ്റെ വാക്കുകൾ. ആ വാക്ക് ഇന്ന് കേരളം മൊത്തം ചോദിക്കുകയാണ്. അല്പം ഉളുപ്പ് താങ്കൾക്കുണ്ട് എങ്കിൽ ആ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് രാജിവെച്ച് നിങ്ങൾ സദാചാരം പ്രസംഗിക്കണം. അങ്ങയുടെ ശൈലി അങ്ങനെ ആയിരുന്നല്ലോ. പരനാറികൾ വാഴുന്ന കേരളത്തെക്കുറിച്ചല്ലേ അങ്ങ് സംസാരിച്ചിരുന്നത്? അങ്ങ് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ സത്യസന്ധമായ കമ്മ്യൂണിസം അല്ല നിങ്ങളുടെ ഭാഗം എന്ന് പറഞ്ഞ ആളുകളെ മുഴുവൻ നിങ്ങൾ പരനാറികളെന്നല്ലേ വിളിച്ചിരുന്നത്? അങ്ങനെയെങ്കിൽ ആ വ്യക്തികൾ തിരിച്ച് നിങ്ങളെ വിളിക്കില്ലേ? കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ സംരക്ഷകനായി വന്നിട്ടുള്ള ഇടത് നിരീക്ഷകൻ അദ്ദേഹം പറയുന്നതായി കേട്ടു, കൂട്ടിലടയ്ക്കപ്പെട്ട തത്തയാണെന്ന്. ഏത് തത്തേനെയാണ് കൂട്ടിലടയ്ക്കാൻ പോകുന്നതെന്ന് ഭാവിയിൽ നമുക്ക് കേരളത്തിൽ കാണാമല്ലോ. സർ, ഞങ്ങൾ ചോദിക്കുന്ന കാര്യം കൃത്യമുള്ളൂ. അന്നും ഇന്നും എന്നും ചോദിക്കുന്ന ചോദ്യം, ഏത് സേവനമാണ് വീണ എന്ന് പറയപ്പെടുന്ന വ്യക്തി ഈ കമ്പനിക്ക് കൊടുത്തത്? എന്തുകൊണ്ടാണ് പിണറായി വിജയനോ വീണയോ അതിൻ്റെ ഭാഗമാകരുതെന്ന് പറയുന്നത്? കേരള സർക്കാരിന് കൃത്യമായിട്ടുള്ള പങ്കാളിത്തമുള്ള KSIDCയുടെ ഭാഗമായിട്ടുള്ള ഷെയറുള്ള സ്ഥാപനമാണ്. അവിടെ കേരളം ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രിക്കോ മുഖ്യമന്ത്രിയുടെ ബന്ധപ്പെട്ട ആളുകൾക്കോ യാതൊരുവിധ കാരണവശാലും കച്ചവടം സാധ്യമാകില്ല. ആ കച്ചവടം അവിടെ നടക്കുന്നുണ്ട് എങ്കിൽ അത് കൃത്യമായിട്ടുള്ള അഴിമതി തന്നെയാണ്. ആ അഴിമതിക്ക് ആദ്യം ഇവർ കുടപിടിച്ചിരുന്നത്, ഇവർ ടാലി കൊടുത്തിരുന്നു എന്നല്ലേ പറഞ്ഞേ? ഇവരുടെ ഒരു നേതാവുണ്ട്, എല്ലാ ചർച്ചയിലും വരുന്ന വ്യക്തിയാണ്. ഓൻ പറഞ്ഞത് ഇവർ കൊടുത്ത സേവനങ്ങൾ, 1 ടാലി, 2 മൈക്രോസോഫ്റ്റ് എക്സൽ, 3 അങ്ങനെ എന്തോ ഒരു ചുക്കും ചുണ്ണാമ്പൂലാത്ത കുറെ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. കീപാഡിൽ ക്യൂ ലെറ്റർ, ഇതൊക്കെയാണ് ഇവർ കൊടുത്തിരുന്ന സേവനം. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഇ ഡി കൃത്യമായി ടാലിയാക്കുന്നുണ്ട്. ആ ടാലിയിൽ നിങ്ങൾ മേടിച്ച പണം കൃത്യമായിട്ട് കെടുക്കുന്നുണ്ട്. ആ പണം എന്തിന്റെ അടിസ്ഥാനത്തിൽ? മുഖ്യമന്ത്രിയുടെ മകളെന്നതിന്റെ പേരിൽ മുഖ്യമന്ത്രിക്ക് കൊടുത്ത കൈക്കൂലിയാണെന്ന് കൃത്യമായി ബോധ്യപ്പെട്ടിരിക്കെ അത് പ്രതിപക്ഷ നേതാവായി ഇന്നിരിക്കുമ്പോ അന്നത്തെ മുഖ്യമന്ത്രി സ്ഥാനം ഇപ്പോൾ രാജിവെക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് സ്ഥാനം രാജിവെക്കാനുള്ള ഉത്തരവാദിത്തം, ധാർമ്മിക ഉത്തരവാദിത്തം, ആ ഭാഷ കുറച്ചു കാലമായിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടല്ലോ. ഒരു 3-4 ദിവസമായിട്ട് അഴിമതി അല്ലാത്ത കാര്യത്തിന് പോലും ധാർമ്മിക ഉത്തരവാദിത്വം സിസ്റ്റത്തിന് പ്രയാസമുണ്ടായിട്ടുണ്ടെങ്കിൽ വേണമെന്ന് വാദിച്ച നിങ്ങൾ, നിങ്ങളെന്തേ നിങ്ങളുടെ നേതാവ് ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെക്കാത്ത? ഇത് മാധ്യമങ്ങളുടെ സൃഷ്ടിയൊന്നല്ലോ. ഇത് ഇവിടുത്തെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെ സൃഷ്ടിയൊന്നല്ലോ. ഈ രാഷ്ട്രീയം കൃത്യമായിട്ട് ഇദ്ദേഹത്തിന്റെ നെറുകിലേക്കാണ് പോകുന്നത്, വരുത്തി തീർക്കാനാണ് ശ്രമിക്കുന്നത് എന്നാണ് മാധ്യമങ്ങളിൽ അദ്ദേഹം പറഞ്ഞത്. അങ്ങനെയല്ലോ. ഇ ഡി കൃത്യമായിട്ടുള്ള തെളിവിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങളുടെ മകളെ റെയ്ഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആദ്യം പറഞ്ഞു, ഇത് എനിക്ക് ഞാൻ രാഷ്ട്രീയമായിട്ട് നേരിടും. പിന്നെ പറഞ്ഞു, നമ്മൾ ഒരുമിച്ചെതിരെ നേരിടും. നിങ്ങൾ ആ ഇ ഡിക്ക് എതിരെ യുദ്ധം വെട്ടാൻ വന്നു, അവരെ ഉപദ്രവിക്കാൻ നോക്കി, അവരെ മാരകമായിട്ട് ഉപദ്രവിച്ചു. അതൊക്കെ നിങ്ങൾ ചെയ്തിട്ടും അവർ പുറകോട്ട് പോയില്ലല്ലോ. അവരുടെ കയ്യിൽ കൃത്യമായി തെളിവുകളുണ്ട്, അവരുടെ കയ്യിൽ കൃത്യമായിട്ടുള്ള സാക്ഷിമൊഴികളുണ്ട്, അവരുടെ കയ്യിൽ കൃത്യമായിട്ട് കർത്തയെപ്പോലുള്ളവരുടെ മൊഴികളുണ്ട്. ആ മൊഴികളിൽ നിന്നും വളരെ വ്യക്തവുമാണ് ഈ വ്യക്തി വീണ തൈക്കണ്ടിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് കൃത്യമായിട്ടുള്ള സാമ്പത്തിക ലാഭം കൊയ്തു എന്നുള്ളതിന് ഈ കേരളത്തിനകത്ത് ഇതിന്മേലൊരു തെളിവ് കിട്ടാനില്ലെന്ന്
ഇനി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ന്യായീകരണം കേട്ട് നമുക്കൊന്നിരിക്കാം. എങ്ങനെയാണ് വളച്ചു മുളച്ച് ഇതിനെ ന്യായീകരിച്ച് അവർ ഭാവിയിൽ നാണം കെടാൻ പോകുന്നതെന്ന് നമുക്ക് കാണാം. കാണുന്നതിന് മറിച്ച് നമുക്ക് പറയുകയും ചെയ്യാം. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ആരോടാണ് നിങ്ങൾ ഈ നീതികേട് കാണിക്കുന്നത്? ആരെയാണ് നിങ്ങൾ വെല്ലുവിളിക്കുന്നത്? ഞങ്ങളൊക്കെ ഉണ്ടാക്കിയ കഥയായിരുന്നോ? ഞങ്ങൾ അന്നും ഇന്നും എന്നും ചോദിച്ചില്ല നിങ്ങൾ കൊടുത്ത സേവനം എന്താണ്? ആ സേവനം കൊടുക്കാൻ നിങ്ങളുടെ അവരും തമ്മിലുള്ള MOU എന്താണ്? MOU നിങ്ങൾ AKG സെന്ററിന്റെ ഷട്ടറിന്റെ പേരിൽ ആ കമ്പനി ഉണ്ടാക്കാൻ കൊടുത്തില്ലേ സാർ? ഏതെങ്കിലും ഒരു സഖാവിന്റെ മകന് മകൾക്ക് ഈ പാർട്ടി ഓഫീസിന്റെ ഡോർ നമ്പറും വെച്ച് കമ്പനി ഉണ്ടാക്കാൻ കൊടുക്കുമോ? ശരിക്കും ആ സ്ഥാപനം അടക്കം കണ്ടുകെട്ടണം. ആ രാഷ്ട്രീയം കൂടിയുണ്ട് ഈ കേരളം ചർച്ച ചെയ്യാൻ. ഇതിന്മേലെ തല താഴ്ത്തേണ്ട സാഹചര്യം നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ? ഇതിന്മേലെ തല താഴ്ത്തേണ്ട ഗതികേട് നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ? എന്നിട്ട് ഇന്നും ഒരു ഉളുപ്പും നാണവും ഇല്ലാതെ നിങ്ങൾ അതിനെ വന്ന് ന്യായീകരിക്കുന്നുണ്ട് എങ്കിൽ എത്രമേൽ അടിമത്തം നിങ്ങൾ പിണറായി വിജയനിൽ ഉണ്ടായി എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. വ്യക്തിയിൽ അടിമത്തം പ്രാപിക്കുന്ന രാഷ്ട്രീയ ശൈലിയിലേക്ക് ഇടതുപക്ഷം മാറിപ്പോയതിൽ എനിക്ക് വിഷമമുണ്ട്. പക്ഷേ പുത്തൻ പച്ചനോട്ടുകൾക്ക് മുമ്പിൽ പകച്ചു നിൽക്കുന്ന രാഷ്ട്രീയത്തിന്റെ പുറകിലായി ഇന്നത്തെ കാലഘട്ടത്തിന്റെ LDFും ഇടതുപക്ഷവും എന്നൊക്കെ പറയുമ്പോൾ സങ്കടം തോന്നുന്നു. ഒരു കാലഘട്ടത്തിൽ ഞാൻ അതിനെ എതിർക്കുന്ന പ്രത്യയശാസ്ത്രമാണ് എങ്കിലും ആ പ്രത്യയശാസ്ത്രം ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ ഈ നാടിനകത്ത് ഫൈറ്റ് ചെയ്ത് വന്നവരാണെങ്കിലും 100% നമ്മൾ അതിൽ എതിർക്കുന്ന രാഷ്ട്രീയമാണ്. പക്ഷേ ആ കാലഘട്ടത്തെ ആളുകളെയൊക്കെ മാറ്റി നിർത്തി ഇന്ന് പണത്തിന് വേണ്ടി എന്ത് നീതികേടും അവനവന്റെ ഭരണ സംവിധാനം വെച്ച് എന്ത് വഴിവിട്ട രാഷ്ട്രീയവും നടപ്പിലാക്കാമെന്ന് കാണിച്ചതിന്റെ ഉത്തമ തെളിവായി പിണറായി വിജയൻ മാറുമ്പോൾ അതിനെ ഒന്ന് തള്ളിപ്പറയാൻ, അതിനെ ഒന്ന് ശരിയല്ലെന്ന് പറയാൻ, അത് അംഗീകരിക്കില്ലെന്ന് പറയാനുള്ള അല്പം നട്ടല്ലെങ്കിലും ഇടതുപക്ഷ നിരീക്ഷക അങ്ങ് കാണിക്കണമെന്നാണ് പറയാനുള്ളത്. കേരളം ഇനി കാണാൻ പോകുന്നേ ഉള്ളൂ. കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ കൃത്യമായി പിണറായി വിജയൻ എന്ന അഴിമതിക്കാരനെ വരച്ചു കാണിക്കേണ്ട ദിവസങ്ങളാണ് വരാൻ പോകുന്നത്. ഒരു സംശയം വേണ്ട, പരിപൂർണമായി കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളും രംഗത്തിറങ്ങും. ഈ അക്രമത്തിനെതിരെ, ഈ അഴിമതിക്കെതിരെ 10 കൊല്ലക്കാലം കേരള ജനതയെ ഭരിച്ചു വഞ്ചിച്ചതിനെതിരെ ഈ കേരള സമൂഹം ഭാവി ദിവസങ്ങളിൽ രംഗത്തിറങ്ങാൻ പോവുകയാണ്. അന്ന് നിരീക്ഷകരൊക്കെ ഓടി ഒളിക്കേണ്ടി വരുമെന്നുള്ള യാഥാർത്ഥ്യം കൂടി നിങ്ങൾ തിരിച്ചറിഞ്ഞുകൊള്ളുക. വീണ തൈക്കണ്ടിയെ മുന്നിൽ നിർത്തി പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയെ കൈകാര്യം ചെയ്യാൻ ഈ കർത്ത കൊടുത്തിട്ടുള്ള പണത്തിന്റെ കണക്ക് ഇതന്നെയാണോ, ഇതിന്റെ 10 ഇരട്ടി അപ്പുറത്തുണ്ടോ എന്നുള്ള യാഥാർത്ഥ്യം കൂടി ഇനി കേരളം അറിയാനുണ്ട്. അറിയുന്നിടത്ത് ഭാവി ചർച്ചകളിൽ നമുക്ക് കാണാമല്ലോ.